വെൽക്കം ടു രേവതി 2.0. അപ്പം നമ്മുടെ രേവതി 2.0 ഇന്ന് തൊട്ട് നമുക്ക് വീഡിയോസിലൊക്കെ നമുക്ക് ഇട്ട് തുടങ്ങാം. രേവതി 2.0 എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ബിഗ് ബോസ് ആണ്. നമ്മൾ ബിഗ് ബോസ് റിവ്യൂ പറയുന്നത് വെച്ചിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമുക്ക് രേവതി 2.0 വരും. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രി ദാ ഇപ്പോൾ എത്ര മണിയെന്നറിയാമോ? നിങ്ങളടുത്ത് അതാ 2:27 രാത്രിയല്ല, രാവിലെ ആയി ഏകദേശം. അപ്പം ഞാൻ മെയിൻ റിവ്യൂ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നമ്മുടെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആവും. ഇനിയിപ്പം നമ്മുടെ അഗ്നിപരീക്ഷ നടക്കുന്നു. ഇനി ഒരു ഏകദേശം ഓണം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ 5-ാം തീയതി ആവും, അല്ലെങ്കിൽ 4-ാം തീയതി ആകുമ്പോഴത്തേക്ക് അഗ്നിപരീക്ഷ തീരും. ഒരു ദിവസം ഒരു ഇതുണ്ടാവും. 6-ാം തീയതി ബിഗ് ബോസ് ലോഞ്ച് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വെയിറ്റിങ്. നമ്മൾ അഗ്നിപരീക്ഷയെ കുറിച്ചിട്ട് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവർക്കും, അല്ലേ? അപ്പോൾ ഒരുപാട് പേര് പറയുന്ന കമൻറ്റ് സെക്ഷനിലും ഒക്കെ ഇതാ പറയുന്നത്, ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാര്യം ഇവർ പ്രതീക്ഷിച്ചെന്ന് വെച്ചാലും ഈ പ്രൊമോ കണ്ടിട്ടാണ് ഈ പ്രതീക്ഷയൊക്കെ ഉണ്ടാകുന്നത്. പ്രൊമോയ്ക്കകത്ത് അഗ്നി പരീക്ഷ, നിങ്ങൾ തീയല്ല, തീപ്പൊരി പാറും, തീ പടരും, കത്തിക്കയറും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിച്ച് തീയിലൂടെ നടക്കണം, അങ്ങനത്തെയൊക്കെ ടാസ്കുകളൊക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട്. സ്റ്റാർ മാജിക് ടാസ്ക് എന്നൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത്. പക്ഷേ സ്റ്റാർ മാജിക് ടാസ്ക് പോലെ തന്നെയാണ് ഈ ടാസ്കുകളും ബിഗ് ബോസിൽ കളിച്ചിട്ടുണ്ട്. ഈ ടാസ്കുകൾ മറ്റേ തീപ്പെട്ടി ഇടുന്നത്, ടവർ ഉണ്ടാക്കുന്നത്, ഗ്ലാസ് കമത്തി വെക്കുന്നത്, പിന്നെ ഈവൻ എന്തോന്നിടേ ഒരു ജസ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ കളിക്കുമല്ലോ റോക്കറ്റ് ഉണ്ടാക്കി വിടുന്നത്, അതുവരെ ബിഗ് ബോസിൽ കളിച്ചിട്ടുണ്ട് ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ. അപ്പോൾ ഇമാതിരി കളികളെല്ലാം നമ്മുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റേ ബിഗ് ബോസ് അല്ല പറഞ്ഞത്, മലയാളം ബിഗ് ബോസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ മലയാളം ബിഗ് ബോസിനകത്ത് ഈ വക ടാസ്കുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ മറ്റേ ബുക്കുമായിട്ട് വന്നത് ഇത് നമ്മുടെ മലയാളം ടാസ്കുകളാണെന്ന്. എനിക്കിഷ്ടപ്പെട്ട ടാസ്കുകളാണ് ഇനി നിങ്ങൾ കളിക്കാൻ പോകുന്നത്. സോ ഇതൊക്കെ നമ്മൾ മലയാളം ബിഗ് ബോസിനകത്ത് കളിച്ച ടാസ്കുകളാണ്. ഞാൻ എടുത്ത് മലയാളം ബിഗ് ബോസ് എന്ന് പറയും കേട്ടോ, കളിച്ച ടാസ്കുകളാണ്. ഇനി നമ്മൾ അവരുടെ മൈൻഡ് ഗെയിംസ് അവരെ നമ്മൾ കുറച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. കാര്യം ഇവർ തമ്മിലുള്ള വഴക്കൊക്കെ, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോലെ വഴക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡ് തൊട്ട് അവർ കാണിക്കാൻ തുടങ്ങി. ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല. അവരിങ്ങനെ കൈയും ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണതും ശകലമൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ്, ആര് തമ്മിലാണ് വഴക്ക്, ആര് തമ്മിലാണ് സുഹൃത്ത്, ആരാരുടെ സുഹൃത്ത്, ആരാരുടെ എനിമി, ആരൊക്കെ പാര വെക്കുന്നു എന്നുള്ളത് ഒന്നുമേ നമുക്ക് ഇതിനകത്ത് അറിയത്തില്ല സത്യമായിട്ടും. അത് നമ്മളെ കാണിച്ചിട്ടില്ല. അത് മനഃപൂർവ്വം കാണിക്കാത്തതാണ്. കാര്യം അത് അവരുടെ ഇതിലില്ല, നമ്മൾ കാണണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ ഇനി തിങ്കളാഴ്ച തൊട്ട് ഇതപ്പം കണ്ടില്ലേ ഈ ലവും ഹേറ്റും കൊടുക്കുന്നത്, അത് തൊട്ട് നമുക്ക് ഏകദേശം ഇവരുടെ പ്രിഫറൻസസ് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ജനങ്ങളൊക്കെ ഇപ്പോഴും ഇവർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയൊരു അടുപ്പമൊന്നും ഇവരോടില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഭയങ്കരമായിട്ട് ഈ അഗ്നിപരീക്ഷയിലെ കണ്ടസ്റ്റൻസിനെ ആൾക്കാരങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെയൊന്നുമില്ല. പിന്നെ അതിനകത്ത് കാണുമ്പോഴത്തേക്കും ഇയാൾ കയറാം നമുക്കൊരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് അഗ്നിപരീക്ഷ കയറിക്കുന്നത്. രാകേഷ്, അഫിനിയാസ്, ഷിബിനയും രാകേഷും ഒക്കെ കൺഫേംഡ് ആയിരുന്നു. അതേപോലെ ലോലിറ്റ നമുക്ക് കൺഫേംഡ് ആയിരുന്നു. പൂജയും ഏകദേശം 50-50 നമ്മൾ ഇട്ടുന്നത്. ഏകദേശം നമ്മൾ ഉറപ്പിച്ചിട്ടുന്നതാണ്. ഷാമോൻ കൺഫേംഡ് ആയിരുന്നു. ഷിജുലാൽ കൺഫേംഡ് ആയിരുന്നു. താശി ഏകദേശം കൺഫേംഡ് ആയിരുന്നു. സോനയും ഉറപ്പിച്ചേർക്കാൻ ഇത്രയും എലിമിനേഷൻസ് കടന്നു വന്നതുകൊണ്ട് തന്നെ കയറാനുള്ള ചാൻസ് കൂടുതൽ. ഷ്യാമും ഇത്രയും പേരാണ് ടോപ്പ് 12 വന്നിട്ടുള്ളത്. ഇതിനകത്ത് ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾ പറ, അതിനകത്ത് കമൻറ്റ്. ആരെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടം? രാകേഷിനെ ഇഷ്ടപ്പെടുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. രാകേഷിനെ കുറച്ച് ഇഷ്ടപ്പെടുന്നവരുണ്ട്. രാകേഷിനെ ചില സമയത്ത് കുറച്ച് ഓവറാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ അല്ലാണ്ട് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ഞാൻ വേറെ ആരുടെ പേരുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, സത്യം ഞാൻ പറയാം. പിന്നെ ഷിബിനയ്ക്കും എനിക്കറിയില്ല. പിന്നെ ഉള്ളത് ലോലിറ്റായ്ക്ക് ആ ഒരു പുള്ളിക്കാരി കാണാനൊക്കെ ഒരു ലുക്കുണ്ടല്ലോ, അത് കാരണം കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമൻസിൽ പേര് പറയണതായിട്ട്. അല്ലാണ്ട് ഞാനിങ്ങനെ ബാക്കിയുള്ളവരുടെ പൂജേനെ ഫസ്റ്റ് എപ്പിസോഡിലുള്ളതിൽ പൂജേനെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ പേരുകളൊക്കെ താശി എനിക്കറിയില്ല. ബാക്കിയുള്ളവരുടെ പേരുകളൊക്കെ ഇനി നോക്കാം കേട്ടോ. കാര്യം കമൻറ്റ് മൊത്തം ഇതെന്ത് പരിപാടി, ഇത് ഓഫ് ഇത് ആർക്ക് കാണണം, നമുക്ക് കാണണ്ട, ഇത് സ്റ്റാർ മാജിക്ക്, അങ്ങനെ ഇതല്ലാണ്ട് വേറെ ഒന്നും കമൻസിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഫേവറേറ്റ്സ് ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഇനി നിങ്ങൾ ഈ ടോപ്പ് 12 നിങ്ങൾ ആരെയൊക്കെയാണ് ബിഗ് ബോസിനകത്ത് കാണാൻ ആഗ്രഹിക്കണം എന്നുള്ളത് പറയണേ. അപ്പോൾ നമ്മൾ കുറച്ച് ബിഗ് ബോസ് പ്ലസ് വീഡിയോസുമായിട്ട് രേവതി 2.0 വരികയായിരിക്കും. അതുവരേക്കും ബൈ.